എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നല്ല ചോദിക്കേണ്ടത്. ശരിക്കും ഹാസിന്റെ ഡയലോഗിനെ നമുക്കൊന്ന് മാറ്റണം. എന്തൊക്കെയാടാ ഈ വലിയ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ വേണം ആക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും വൻ സംഭവങ്ങളാണ് ഈ ഒരു 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. ഇതിനെപ്പറ്റി സംസാരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അല്ലെങ്കിൽ അവരുടെ വിഷയം എടുത്തു വെച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. പല റിയാക്ഷൻ വീഡിയോസും നമ്മൾ കാണും, ഓരോരോ കട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ റിയാക്ഷൻ അല്ല ചെയ്യുന്നത്, നമ്മുടെ അഭിപ്രായം പറയലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു, ഇന്ന ആൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അയ്യേ മോശമായി പോയി, ഇതൊന്നുമല്ല നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആയിട്ടുള്ള മച്ചാൻസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞാനും ഷിഫിനുമാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണ വരുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസോ അല്ലേ ഗസ്റ്റുകൾ കാണും. പക്ഷെ ഇത്തവണ പ്ലെയിൻ കണ്ടന്റുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം ഇത് സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ആ ഇഷ്യൂ അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്. പക്ഷെ ഷിഫിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ചെറുതായിട്ടൊക്കെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഷിഫിന്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള കോണ്ടന്റ് ഇടുന്നതിൻ്റെ തന്നെ ആവശ്യമില്ല. ബിക്കോസ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പം മച്ചാൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓഫ്കോഴ്സ് കോണ്ടന്റ് ക്രിയേഷനിലുപരി ആദ്യം നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുത്തന് വേറൊരുത്തനെ കുറ്റം പറയാനും അവനതിന് തിരിച്ച് മറുപടി പറയാനും, അതായത് പേഴ്സണൽ വെഞ്ചൻസ് അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇവർക്ക് ഇത് ചെയ്യുന്നതും ഈ വീഡിയോ ഇടുന്നതും ഇനി ആഡ്സെൻസ് ഓഫ് ചെയ്തിട്ടാണോ ഇടുന്നത്? ഇല്ല, ആഡ്സെൻസ് ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത്. പണ്ടും ചില ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്തും ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ആഡ്സെൻസ് ഓൺ ആക്കിയിട്ടാണ് 3 മണിക്കൂർ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തത്. ഈ പറയുന്ന വ്യക്തി, അതായത് ഈ ഗ്യാങ് അങ്ങനെ വേണം പറയാൻ, ഈ ഗ്യാങ്ങിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ഗ്യാങ് തുടങ്ങും മുന്നേ അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന മോൺസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഐഷോ സ്പീഡിന്റെ ലൈവ് കണ്ട് ഇൻസ്പയർ ആയി തുടങ്ങിയതാണ്. ഞാൻ എങ്ങനെ എൻ്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കേരളത്തിലെ അല്ല പുറത്തുള്ള ലോഗൻ പോൾ, ജേക്ക് പോൾ, ആ 2 വേട്ടാളന്മാരെ വീഡിയോ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ട് എനിക്ക് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഷോ സ്പീഡിന്റെ കണ്ടന്റ് അതുപോലെ കോപ്പി കാറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഗ്യാങ്ങിലെ മെയിൻ വ്യക്തി നെടുന്തൂൺ, പേര് പറയാല്ലേ, പ്രശ്നമില്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. കൊച്ചു പിള്ളേരാണ് കൂടുതലും. അത് നേരെ പിന്നെ ഒരു ഗ്യാങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. റീസെന്റ് ആയിട്ട് ആ ഗ്യാങ് ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങി. പക്ഷേ ആ ഗ്യാങ് തെറ്റിപ്പിരിയുന്നു, 2 ചേരിയായിട്ട് മാറുന്നു. ഇപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് അവരുടെ മൊത്തം ക്യാരക്ടേഴ്സ് ഉറപ്പായിട്ട് ഒരാൾക്ക് 2 ഫേസ് ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. ഞാൻ ഈ ക്യാമറയിൽ സംസാരിക്കുന്ന എല്ലാവർക്കും. ഷസാം ഈ ഇടയ്ക്ക് പറഞ്ഞൊരു സാധനം ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഷസാം പറയാണ് എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്. എടാ മനുഷ്യരാണ്, ഈഗോ ഉണ്ടാവും. കറക്റ്റാണോ പറഞ്ഞ കാര്യം? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരാളുടെ ചിലപ്പോൾ വളർച്ച കണ്ട് സന്തോഷമായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്കത് പറ്റുന്നില്ലല്ലോ, അത് ഒരു തരം ഈഗോ ആണ്. പിന്നെ അല്ലേ, ഈ ഇൻസ്പിറേഷൻ വരുന്നത് തന്നെ ഒരു ഈഗോഡ് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ പ്രായം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പ്രായം വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാളാണ്. അതായത് എൻ്റെ പ്രായത്തിൽ അയാൾ ഇത്രയും നേടി, ദെൻ എനിക്കെന്തുകൊണ്ട് നേടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഗതി തോട്ട് മാറി അതൊരു ഇൻസ്പിറേഷനായി മാറുന്ന സംഗതികൾ. നമ്മൾ എത്രയൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായാലും ഒരു സ്റ്റേജിൽ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ അടുത്തെത്തി, നമ്മൾ ഇൻസ്പയർ ആയി, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ വ്യക്തിയുടെ അടുത്തെത്തി. ആ വ്യക്തിയുടെ അടുത്തെന്ന് പറയുന്നത് ഒരേ ഫോളോവേഴ്സ് എന്ന നിലയിലെത്തിയാൽ, ഇപ്പം എനിക്ക് 500K, അദ്ദേഹത്തിന് 500K, ആ ലെവല്, നമ്മൾ ഒന്നും ഇല്ലാത്തടത്തു നിന്നാണ് ഈ 500K ഉണ്ടാക്കുന്നത്. പിന്നെ അദ്ദേഹം നമ്മളെ വെട്ടിച്ച് കയറി പോകുമ്പോൾ അദ്ദേഹം കയറിപ്പോയാ നമ്മളെക്കാളും എന്ന് തോന്നുന്ന ചിലരുണ്ട് നമ്മുടെ ഈ മീൻസ് കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാന്ന് അറിയാമോ, എന്റെ താഴെ കിടന്നാലും ഞാൻ എന്നെക്കാട്ടും കയറി പോകുന്നതിന് സന്തോഷിക്കുന്ന ഒരു ഉറപ്പായിട്ടും എനിക്കത് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതെ, ഞാനിപ്പോ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആയാൽ പോലും ഞാൻ അവരെ വളർന്നു പോകുമ്പോൾ ഞാൻ അവരെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കും. അതൊരു സന്തോഷമാണ്, അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എത്രയോ പേര് നമ്മളെക്കാളും ഫോളോവേഴ്സ് കുറഞ്ഞവരായാലും അവര് വന്നിരുന്ന് അവര് വളർന്നു പോകുന്ന വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 2 ഫേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കുണ്ട്, ഷിഫിനുണ്ട്, ഈ കാണുന്ന പലർക്കും ഉണ്ട് 2 ഫേസസ്. ഓഫ് കോഴ്സ് ഉണ്ടാവും. ഷിഫിൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ബിഗ് ബോസിൽ പോ എന്ന് പറഞ്ഞ് എന്നെ മാക്സിമം ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. കാരണം എന്തെന്നറിയാമോ, നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതെ, ആ സന്തോഷിപ്പിക്കുന്ന ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എൻ്റെ വേറൊരു ഫേസ് കാണും. ചിലപ്പോൾ 5 ദിവസം ക്യാമറയിൽ ഞാൻ അഭിനയിക്കുമായിരിക്കാം, 6ാമത്തെ ദിവസം എൻ്റെ സ്വഭാവം മാറുമായിരിക്കാം. ഐ മീൻ ട്രിവാൻഡ്രത്തിൽ പറയാൻ കുണം മാറുമായിരിക്കും. അപ്പം ഈ ഒരു ഫേസ് മാറുമ്പോൾ ആൾക്കാർ മായമച്ച എങ്ങനെയായിരുന്ന അയ്യേ എന്ന് പറയുന്നൊരു സാധനം എനിക്കത് താല്പര്യമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം എനിക്കൊരിക്കലും വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് എൻ്റെ വീട്ടിൽ ഗൈസ് ഇങ്ങനെ നടന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അവൾ ചെയ്തത് കണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഉമ്മ എന്നോട് ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ എന്നെ ഫോളോ ചെയ്യുന്നവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ആ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഫാമിലിക്കുള്ളിൽ തീർക്കാനാണ് മാക്സിമം നമ്മൾ നോക്കേണ്ടത്. ഇടയ്ക്ക് വെച്ചിട്ട് അഖിൽ മാരാർ പറഞ്ഞൊരു സംഗതിയുണ്ട്, നാണം കെട്ടും റീച്ച് നേടുവിൻ, നാണമാ റീച്ച് മാറ്റിടും. പക്ഷേ ഇവിടെ അങ്ങനെ അതൊരു നാണക്കേടെന്നുള്ളൊരു സംഗതി പോലും ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ ഐഷോ സ്പീഡിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് പുള്ളിക്കാരനോട് നമുക്ക് പല സമയങ്ങളിലും ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ റെപ്ലിക്കയാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, വൾഗാരിറ്റി കോമാളിത്തനമെന്ന് അത് ശരിക്കും നമ്മൾ കേരളത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഐഷോ സ്പീഡോ അങ്ങനത്തെ വൾഗാരിറ്റി സാധനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അവൻ ചെയ്യുമ്പോൾ ആഹാ, ഇവൻ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്ന സാധനമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഒട്ടും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും നമ്മളെ കേരളക്കാര് ഐഷോ സ്പീഡിനെ ഇഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്യാൻ? അവിടുത്തെ കൾച്ചർ വേറെയാണ്. അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചറുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെയൊക്കെ ഒന്ന് ലേറ്റ് ആയിട്ടായിരിക്കും. അവിടെയൊക്കെ എല്ലാം എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഗ്യാങ് പിണങ്ങി ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. നമ്മൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത കുറേ അധികം കൊച്ചു കുട്ടികളായിട്ടുള്ള ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന തൊപ്പിയുടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ തൊപ്പി അവിടെ ദേഷ്യം വന്നിട്ട് തൊപ്പിയുടെ കുറേ അധികം ഇതുണ്ട്, തെളിവുകളുണ്ട്. ആ തെളിവ് മൊത്തം നിരത്തി കൊള്ളാം, സിനിമ ട്വിസ്റ്റ് മറ്റത് മറിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തെളിവുകൾ നേരെ ചെന്ന് പോലീസിന്റെ അടുത്ത് അവതരിപ്പിച്ചുകൂടായിരുന്നോ, കാണിച്ചുകൂടായിരുന്നോ അവന്? അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആ മാസ് കാണിക്കും. ഞാൻ പറയാം, ഷമീർ വീഡിയോ ഇട്ട സമയത്ത് തന്നെ തൊപ്പി എന്ത് ചെയ്യണം, തെറ്റുകൾ മനസ്സിലാക്കി തൊപ്പിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോലീസിന്റെ അടുത്ത് ചെന്ന് കാണിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ, വീഡിയോയിൽ വന്ന് പറയാം, ഞാൻ എല്ലാം പറയേണ്ട അടുത്തൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തൊപ്പി വേറെ ലെവൽ മാസിലേക്ക് പോയാനെ. പക്ഷേ ആ ഉണ്ടായ കാര്യങ്ങളെപ്പോലും വിറ്റ് കാശാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് തൊപ്പിക്ക് ഉണ്ടായിരുന്നതെന്ന് വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട് പറയാൻ പറ്റൂലേ? ഇല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? തൊപ്പി വന്നത് ടെമ്പർ തെറ്റിയാണ് ആ ലൈവ് വരുന്നത്. ടെമ്പർ എത്തുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ചിന്തിക്കേണ്ടത്, ചിലപ്പം അവരങ്ങ് നശിപ്പിച്ച് കളയാം അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കണം, ഒരുപാട് കൊച്ചുകുട്ടികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കാണാൻ പാടാത്ത സാധനങ്ങൾ ഈ ബ്ലർ ചെയ്തിട്ടാണെങ്കിൽ കാണിക്കുന്നതിന് പോലും ആൾക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാം. ഉറപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇനി ആ ഒരു പ്രശ്നം പോലീസിൻ്റെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പോലീസ് പക്കയായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് അതെല്ലാം കൃത്യമായിട്ട് നോക്കി കൃത്യമായിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ തന്നെ തൊപ്പി അകത്താവും, അവരും അകത്താവും, ഉറപ്പായിട്ട് അകത്താവും. കാരണം അമ്മാതിരി സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷമീർ ഇന്നലെ അതിന് വേണ്ടിയിട്ട് ഷമീർ ആദ്യം വന്ന് വയ്യാവലി എടുത്ത് തലയെ വെച്ച് തൊപ്പി അത് ഏറ്റെടുത്ത് വൻ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇന്നലെ ഷമീർ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കി. എന്തിനാണ് ചെയ്യാൻ പോയത് വീഡിയോ? അപ്പം പക്ഷേ ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോ വേറെ ആരുടെയും കയ്യിൽ എത്തിയിട്ടില്ലെന്നൊക്കെയാണ്. എത്തിയിട്ടില്ലെന്നോ? മൊത്തം എല്ലാരും റെക്കോർഡ് ചെയ്ത ഇത് വേണ്ടിക്ക് ഒരു ഇനിയും തൊപ്പി ചിലപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയില്ല. വരും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് സിനിമ പോലെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ തുടക്കകാലങ്ങളിൽ എൻ്റെ ഫാമിലിയെ ഞാൻ വ്ളോഗിൽ കാണിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അറിയാം, അത് ഞാൻ പയ്യെ നിർത്താൻ തുടങ്ങി. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഉള്ളിൽ കയറി ആൾക്കാർക്ക് എന്താണ് നടക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അടുക്കളയിൽ എന്താ കാണിക്കാത്തത്, അല്ലെങ്കിൽ ഉമ്മ എന്താ ഇറങ്ങി വരാത്തത്, വാപ്പയെ കൊണ്ടുവരാത്തത്, ഇത് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി.
എന്തിനാണ് എൻ്റെ ഫാമിലിയെ കൂടുതൽ കാണിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നത്? ഞാൻ മാത്രമായിട്ട് തുടങ്ങി, ഞാൻ എൻ്റെ കണ്ടന്റ് അതിൽ ശ്രദ്ധിച്ചു പോകണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഉള്ളൊരു പ്രത്യേകതയാണല്ലോ മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ എന്തോ നടക്കുന്നു അവന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ മിച്ചിരി കൂടുതല വൻ പ്രശ്നങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നടക്കുന്ന സാധനം അവനെ പറ്റി അവൻ്റെ വീട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്ന വേറെ ലെവൽ സംഭവങ്ങളായിരിക്കാം. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ടും വന്ന് കമന്റ് ചെയ്യും ഒരു ഉളുപ്പുമില്ലാതെ. അവിടെ എന്താ ഇത്രയും നാളും വരാത്തത്? ഇവർ ഡൈവോഴ്സ് ആയോ? ഇങ്ങനത്തെ സാധനങ്ങളാണ്. അത് എന്ത് പറയണമെന്ന് അറിയില്ല. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് തൊപ്പി വിഷയം ഒന്ന് മാറ്റി വെച്ചിട്ടെ ജനറലായിട്ട് ഞാൻ മച്ചാനോട് ചോദിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റിയ എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആൾക്കാരുടെ പേര് പറയും? പേര് പറയാൻ പറ്റില്ല, എണ്ണം വേണമെങ്കിൽ പറയാം. ഓക്കെ, എണ്ണം എത്ര പേര് പറയും? എനിക്ക് തോന്നുന്നു ഒരു 10 പേരേ ഉള്ളൂ. നിങ്ങൾ നോക്കണം, അതായത് 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ കുറഞ്ഞതൊരു 1 ലക്ഷം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാണൂലേ? ഉറപ്പായിട്ടും. അതിൽ വെറും 10 പേരെ മാത്രമേ നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഏതൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം വന്നാലും അല്ലെങ്കിൽ എവിടെ നമുക്കൊരു ബ്രാൻഡിങ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നാലും അവിടെ എല്ലാം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ്. ആക്ച്വലി അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. താല്പര്യമില്ലാത്ത എനിക്കത് കേട്ടപ്പോൾ അത് ശരിയാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരിക്കലും ഞാൻ ഈ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ പ്രാങ്ക് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സാധനമല്ല ഒരിക്കലും. പക്ഷെ ഞാനൊരു റേഡിയോ ജോക്കിയാണ്. അത് ഇൻഫ്ലുവൻസിങ് ആണ്. പിന്നെ അതൊരു ജോലിയാണ്. അതില് ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ ഞാൻ പോസിറ്റീവ് സ്റ്റോറീസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അത് ചിലപ്പോൾ കേട്ടിട്ടോ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇൻഫ്ലുവൻസിങ് ആണ് അല്ലേ? പല മോട്ടിവേഷൻ സ്റ്റോറീസ് നമ്മൾ റേഡിയോ കൂടെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്റർടൈൻമെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്, പ്ലസ് മറ്റുള്ള ആൾക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കാറുണ്ട്. മേ ബി നമുക്ക് റേഡിയോയിലൂടെ പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മുടെ വിനുവിൻ്റെ കാര്യം എടുത്ത് പറയാം. പുള്ളിക്കാരൻ ഈ അടുത്തിടയ്ക്ക് പുള്ളിക്കാരൻ്റെ ഷോയിലൂടെ ഒരു കൊച്ച് അവൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ ഇറങ്ങി ചെന്നൈയിൽ പോയി. സിനിമ ഏത് വിനുവാ പറഞ്ഞ? ആലപ്പുഴ വിനു. നമ്മുടെ പുള്ളിക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരനിങ്ങനെ കുഞ്ഞു പയ്യനാണ്, അവന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. ഇപ്പോൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണല്ലോ, ചെന്നൈ പോയി കഴിഞ്ഞാൽ സിനിമ നടന്നാവാം. കുഞ്ഞു പയ്യനല്ലേ, 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിൽ എന്താണ് പഠിക്കുന്നത്, ഇവനിതും കണ്ടുകൊണ്ട് നേരെ ഇറങ്ങി ചെന്നൈയിൽ പോയി. അവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു ഡയറക്ടറിനോട് സംസാരിച്ച്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനോട് സംസാരിച്ച് ഇപ്പോൾ പുള്ളിക്കാരന് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. സോ അതൊക്കെ ഒരു ഇൻഫ്ലുവൻസിങ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഉറപ്പായിട്ടും. ഈ തൊപ്പിയുടെ കൂടെ ഈ ഗ്യാങ്ങിൽ ചേർന്നവരൊക്കെ തൊപ്പിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ തൊപ്പിയെ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടല്ല അവരുടെ ഗ്യാങ്ങിൽ കൂടിയത്. കാശ് എന്ന് പറയുന്ന ഒരു സാധനം തൊപ്പിയുടെ ഗ്യാങ്ങിൽ ചേർന്നാൽ കുറേ അധികം കാശ് കിട്ടും. മനസ്സിലായില്ലേ? ഗ്യാങ്ങിൽ കയറി നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള ഷമീറിന് 2.5 ലക്ഷം രൂപ കിട്ടി, അങ്ങനെ കേട്ടിട്ടുള്ളത് അല്ല, കിട്ടിയെന്നല്ല പറയുന്നത്. 2.5 ലക്ഷം രൂപയൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് കൂടെ നിന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ ഒരു ലൈവ് കിക്കി പോകുമ്പോൾ തന്നെ ഒരു ലൈവിന് 30,000 രൂപ ഒരു മണിക്കൂറത്തേക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്താ, അപ്പം ഒരു മാസം നോക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു 35 ലക്ഷം രൂപയ്ക്ക് ഈസി ആയിട്ട്, നമുക്ക് പരിചയമുള്ള എത്രയോ പേര് കിക്കിയിൽ നിന്ന് തന്നെ മാത്രം ഗെയിമേഴ്സ് 13-14 ലക്ഷം രൂപ മാസം ഏൺ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം, മാസം. അപ്പോൾ അവരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ തൊപ്പിക്ക് കുറച്ചും കൂടെ ഹൈ ആണ് തൊപ്പിയുടെ ഇതിൽ ഒരു 35 ലക്ഷം രൂപ. അപ്പം തൊപ്പിയുടെ കയ്യിൽ നിന്ന് തൊപ്പിയുടെ ടീമിൽ കയറിയ കാശ് ഉണ്ടാക്കാം എന്ന് പറയുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ അയ്യോ ഞാൻ കാശ് മോഹിക്കില്ല എന്ന് പറയുന്ന സാധനം. ഇപ്പൊ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ഷിഫിൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് തുടങ്ങി ഞാൻ കാശ് ആഗ്രഹിക്കാനല്ലേ, എനിക്ക് അതിനെപ്പറ്റി വേണ്ട, എനിക്ക് പോഡ്കാസ്റ്റ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് സ്റ്റിൽ നൗ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഷിഫിൻ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്തൊരു കാര്യം. എനിക്ക് കാശിന്റെ കാര്യമല്ല, എനിക്ക് ഈ പോഡ്കാസ്റ്റ് ഇരുന്നാൽ മാത്രം മതി, മച്ചാൻ തുടങ്ങും, ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം. അത് ഒരു ഇൻഫ്ലുവൻസിങ് ഒരു സാധനം. പക്ഷെ നേരെ തിരിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങൾ വൻ സാധനമാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ പറയാം, പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ഫാമിലി വ്ളോഗേഴ്സ്, ദയവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങൾ ഇത് ഒരു കൂടിപ്പോയാൽ ഈ കൂടെ വരുന്ന ആരായാലും, ഭാര്യയായാലും ഭർത്താവായാലും, ഇപ്പോൾ ഭാര്യയ്ക്കായിരിക്കാം ചിലപ്പോൾ യൂട്യൂബ് ചാനലുള്ളത്, ഭർത്താവിനായിരിക്കാം യൂട്യൂബ് ചാനലുള്ളത്. പക്ഷേ ഇത് ഒരു 4-5 മാസം നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് റവന്യൂ വന്ന് തുടങ്ങുമ്പോൾ
പയ്യെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ വീഡിയോ വന്നതല്ലേ, എനിക്ക് കാശ് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന മൈൻഡിൽ ചിലപ്പം ഒരു തോട്ട് വന്ന് തുടങ്ങാം. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം എന്ന് പറയുന്ന സാധ്യതകൾ മാത്രമേ പറയാം. അതെ, ചാൻസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് അമ്മയെ കാണിക്കുന്നു, അച്ഛനെ കാണിക്കുന്നു, ഇതാണ് എൻ്റെ ഫാമിലി, ഇതാണ് എൻ്റെ സംഭവം, ഇതാണ് എൻ്റെ കാവ്, ഇതെല്ലാം നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളൊരു ഫാമിലി മെമ്പറായി മാറി. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം കാണിക്കാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും അവർ, കാർ എവിടെ, വിറ്റോ, കടമായോ, കാശില്ലേ നിങ്ങളെ, വീട്ടിൽ അടുക്കളയ്ക്ക് എന്താ ലൈറ്റ് പോയോ, അതെന്താ മിന്നാത്തത്, ഭാര്യ അടുക്കള കയറില്ലേ, ഫുഡ് ഉണ്ടാക്കി തരില്ലേ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ഇനി ഒരു സമയമാകുമ്പോൾ ഭാര്യ ഡെലിവറിക്കായിരിക്കും പോയത്, ഭാര്യയെ കാണാനില്ലല്ലോ, എന്തുകൊണ്ട് കാണിക്കണം, അവൻ വലിയൊരു കണ്ടന്റ് അത് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കായിരിക്കും, പ്രസവിക്കുന്നത് എടുത്ത് കണ്ടന്റ് ആക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ അത് മാറ്റി നിർത്തുമ്പോൾ ഭാര്യ ഇപ്പോൾ കാണാനില്ലല്ലോ, ഭാര്യ ഡൈവോഴ്സ് ആയോ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമാണ് ഏറ്റവും വലിയ. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സമാധാനം ഭയങ്കരമായിട്ട് എല്ലാവരുടെയും നഷ്ടപ്പെട്ടു തുടങ്ങി. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ കൊടുത്തോണ്ടും കൂടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് എന്നല്ലേ പറയുന്നത്? ഇൻസ്റ്റന്റ് അതെ. അതായത് സ്നാപ്പ് അയക്കുന്നത് പോലെ എവിടെ നിന്നാലും ചറപറ എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിപ്പം മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ ഇത് ടെസ്റ്റ് ചെയ്തതാണ്, ഫ്രണ്ട് ക്യാമറ ടിൽറ്റ് ആയി പോയി അറിയാതെ പ്രസന്റ് ചെയ്ത് ഫോട്ടോ കയറി. അങ്ങനെ ഇൻസ്റ്റന്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് അങ്ങ് കയറി ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അത് പലർക്കും അറിയില്ല അതെങ്ങനെയാ ചെയ്യേണ്ടെന്ന് പോലും. അപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈഗോസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെയാണ്. കാരണം ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവൾ എൻ്റെ കൂടെ വളർന്നതല്ലേ എന്ന് പെൺകുട്ടികളൊക്കെ ഒരു സമയത്ത് അല്ലേ ഫാഷൻ ബ്ലോഗേഴ്സ് തമ്മിലടിയായിരുന്നു, ഭയങ്കര തമ്മിലടിയായിരുന്നു ഫാഷൻ ബ്ലോഗേഴ്സ്. അത് ഒരു കോവിഡ് ടൈമിലാണോ? കോവിഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോവിഡ് സമയത്താണ് ഫാഷൻ ബ്ലോഗേഴ്സ് തമ്മിൽ കേരളത്തിൽ വൻ ഫൈറ്റ് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ്? കൊളാബ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ, അതോ ഇവരുടെ അടുത്തൊന്നും പോയി ശല്യം ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത്? അത് ഞാനൊരു പരിധിവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിവില്ലായ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് യുണീക്ക് ഇൻ ദെയർ ഓൺ സ്റ്റൈൽ. അവരുടെ സ്റ്റൈലിൽ അവർ യുണീക്കാണ്. നമുക്കൊരിക്കലും മറ്റൊരാളെ കോപ്പി ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രാങ്ക് എനിക്ക് കോപ്പി അടിച്ച് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്ര പെർഫെക്ഷൻ എനിക്ക് കിട്ടൂല. അതിൽ ഞാൻ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഞാൻ ചെയ്യുന്ന ഈ പബ്ലിക് ഒപ്പീനിയൻ കോണ്ടന്റ്സ് എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും, പിന്നെ രണ്ടാമതായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം അതിനെ പോലും കോണ്ടന്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് തിരിച്ചറിവില്ലായ്മ എന്നല്ലാണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. എപ്പോഴെങ്കിലും ഷിഫിന് ഒരു ഈഗോ, അതായത് ഈഗോ സ്വാഭാവിക മനുഷ്യന് തോന്നുകയാണ്, ആ ഈഗോ വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ആർക്കെങ്കിലുള്ള പ്രശ്നങ്ങൾ? ഇല്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഇന്ന സ്ഥലത്ത് നിന്നെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ഞാനായിട്ട് തന്നെ മാറുകയാണ്. അതെന്റെ പേഴ്സണൽ ക്യാരക്ടർ ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ആ ഒരു ഇപ്പം ആരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, അത് ആരും ആയിക്കോട്ടെ, അവരുമായിട്ട് ചിലപ്പോൾ പ്രശ്നം കാണില്ലായിരിക്കാം, പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷെ ആ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഷിഫിൻ എന്താണ് ചെയ്യുന്നത്? ആരടുത്തായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും, ഇതിൻ്റെ ശരി ഏത് തെറ്റേത്, എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളൊരു സംഗതി. കാരണം മിസ്റ്റേക്ക് പറ്റാത്ത മനുഷ്യരില്ല ഈ ലോകത്ത്. ആൻഡ് ജാക്മ പറഞ്ഞതുപോലെ ലേൺ ഫ്രം മിസ്റ്റേക്സ്, മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, യു ആർ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. സ്കൂളിൽ പഠിച്ചാണോ പുള്ളിക്കാരി? അല്ല, ജാക്മ alibaba.com-ന്റെ ഫൗണ്ടർ. ശരി, ആ ഓക്കെ, ഞാൻ ഇത്രയും ഇതായിട്ടൊക്കെ പറഞ്ഞു. അപ്പം എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോടൊന്ന് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ സംഗതി നടന്നു, ആൻഡ് ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ചെയ്യാൻ അറിയില്ല. ഷിഫിൻ വന്ന് കരഞ്ഞ നിമിഷങ്ങളുണ്ട്, ഞാൻ ഷിഫിന്റെ അടുത്ത് അങ്ങോട്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ട്, പൊട്ടിക്കരഞ്ഞ മൊമെന്റ്. ഷിഫിനൊക്കെ എന്റെ കഥ കേട്ടിട്ട് ചില സമയത്ത് കരഞ്ഞിട്ടുണ്ട്, കണ്ണീരൊക്കെ വന്നിട്ട്. ഷിഫിന്റെ കണ്ണീര് വന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും കേൾക്കണം, നല്ല രീതിയിൽ കാര്യങ്ങൾ. ഒരാൾ പ്രശ്നം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി. അതിനകത്തൊരു പോസിറ്റീവ് സംഗതിയും കൂടെ ഉണ്ട്. ചില ആൾക്കാരെന്ത് ചെയ്യും, ഈ
സങ്കടം കേട്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും അത് മാനിപ്പുലേറ്റ് ചെയ്യൂല എന്ന്. പണ്ട് വളരെ ഫേമസ് ആയിട്ട് നിന്ന 2 യൂട്യൂബേഴ്സിനെ തമ്മിലടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാനിപ്പുലേഷനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തല്ല, അങ്ങപ്പുറത്ത് ഭാഗത്തുള്ള ആൾക്കാർ, അത് കേരളത്തിന്റെ അങ്ങേയറ്റത്തുള്ള ആൾക്കാർ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ വന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ശരിയായ വശം മാത്രമേ നിങ്ങൾ എന്നോട് പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ തൊപ്പിക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? കാരണം തൊപ്പിയുടെ ഒരു ഉറ്റ സുഹൃത്ത്, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം. തൊപ്പി സീക്രട്ട് ഏജന്റിനെ വിളിച്ചു എന്ന് സീക്രട്ട് ഏജന്റ് പറഞ്ഞു, എന്നെ വിളിച്ചു, നീ എന്നെ പറ്റിയിട്ട് വീഡിയോ ചെയ്തു അല്ലേ? തൊപ്പി ചോദിച്ചു. അപ്പം അത് ഞാൻ ചെയ്തു. അപ്പൊ അത് എന്നെ പറ്റി പോസിറ്റീവ് പറയാത്ത എന്ന രീതിയിൽ എന്തോ പറഞ്ഞു. അപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞു, ഞാൻ ആരെയും സൈഡിൽ നിന്ന് സംസാരിക്കില്ല, വിഷയം എന്താണെന്ന് ഞാൻ നോക്കും, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറയും എന്നാണ് സീക്രട്ട്. അതാണ് ചെയ്യേണ്ടത് സത്യത്തില്. തൊപ്പിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, സീക്രട്ട് ഏജന്റ് ആവാം, ആരും ആയിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നത്തിലേക്കൊന്നും പോവില്ലായിരുന്നു, ഒരിക്കലും ഉണ്ടാവൂലായിരുന്നു. അവൻ ചിലപ്പോൾ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഈ സോഷ്യൽ മീഡിയ അപ്പോൾ ഒരു വില്ലനാണ്. അതായത് ഫ്രണ്ടിൽ എനിക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, ഞാൻ പറയുന്നത് എന്തും ഈ ലോകം മൊത്തം കേൾക്കും. അപ്പൊ അതല്ലേ ശരിക്കും നല്ലത്? അത് സോഷ്യൽ മീഡിയയുടെ മണ്ടയിൽ കൊണ്ട് നമുക്ക് ഒരിക്കലും കുറ്റം ചാരാൻ പറ്റുമെന്ന് ഞാൻ പറയൂല. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് പുള്ളിക്കാരൻ ചൂസ് ചെയ്ത വേ അതാണ്. അതുകൊണ്ട് പുള്ളിക്കാരന്റെ ഭാഗത്തെ തെറ്റെന്ന് ഞാൻ പറയൂല. അതൊരിക്കലും സോഷ്യൽ മീഡിയ കാരണമല്ല. ഇപ്പം എൻ്റെ കൂടെ നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ ദേഷ്യം വരാം, വിഷമം വരാം, സങ്കടം എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതൊന്നും ഞാൻ ഇവിടെ വന്ന് പറയുന്നില്ലല്ലോ. ഇതൊക്കെ പറയണമെങ്കിൽ നമുക്കൊരു ഉറ്റ സുഹൃത്ത് കാണാം, അവൻ്റെ അടുത്ത് പറയും, അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ഞാൻ ഷിഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങളെന്നത്. അത് വന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒരു നെഗ് അടിച്ച് യൂട്യൂബിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അവസാനം ഈ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് സ്വന്തമായിട്ടൊരു കഥ ബിൽഡ് ചെയ്യുന്നു. അതിൽ മെയിനായിട്ടും ഒരു പങ്ക് വഹിക്കുന്നത് ഈ റിയാക്ഷൻ ചാനൽസ് ആണ്. അവരിതിനെ എടുത്തിട്ടിട്ട് ശരിയാണ്, അവരുടെ അരിയാണ്, അവരുടെ കോണ്ടന്റാണ് എന്ന് വിചാരിച്ചിട്ട് പരസ്പര ബന്ധമില്ലാത്ത കഥകൾ വരെ മെനഞ്ഞുണ്ടാക്കി ഒരാളങ്ങ് ഇല്ലാണ്ടാക്കിയാലും കുഴപ്പമില്ല, അവർക്ക് റീച്ച് വേണം, പൈസ വേണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ വിഷ്വൽസ് ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, ഒരു സാധനം ഇതെനിക്ക് തോന്നിയ കാര്യമാണ്, അതിങ്ങനെ ആവാം എന്ന് പറയുന്ന ഒരു സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ആരുടെയും വീഡിയോ എടുത്തു വെച്ചിട്ട് അത് കാണിച്ച് സൈഡിൽ കാണിച്ച് അതൊക്കെ വളരെ മോശമാണ്. റിയാക്ഷൻ ചെയ്യുന്നവർ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാം ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലേ? എനിക്ക് തോന്നിയ കാര്യം ഇങ്ങനെയാണ് സംഭവം, ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ പറയാൻ പാടില്ല, അവനെ കുറ്റപ്പെടുത്തിയിട്ടാണ് കുറെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കാണുന്നത്. ഷിഫിൻ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ മച്ചാൻ യൂട്യൂബിൽ വന്നിട്ട് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ? പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാൻ പോവില്ല, താല്പര്യമില്ല. അത് ഒഴിഞ്ഞു മാറാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രശ്നം ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്ന ഒരു പ്രശ്നം വന്നിട്ടില്ല. അതാണ് ഏറ്റവും നല്ലത്. അതെ, എന്നെ പലപ്പോഴും ഈ പറയുന്ന മല്ലു ട്രാവലറും സീക്രട്ട് ഏജന്റും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം യൂട്യൂബ് കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാണ്. ഈ യൂട്യൂബിൽ ചേർന്നതും യൂട്യൂബിന് വേണ്ടിയിട്ട് യൂട്യൂബ് പോലും ചിന്തിക്കാത്ത കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുകയാണ് പലരും കേരളത്തിൽ. കാരണം പണ്ട് തുടങ്ങിയ ടൈമിൽ ഈ ബുറൂജും നമ്മുടെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, ഹാരിസ് അമീർ അലി, ഇവരെല്ലാരും ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് ഏത് ഗ്രൂപ്പാണെന്ന് ഞാൻ CCOKO അങ്ങനെ എന്തോ ഗ്രൂപ്പ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, അതിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങ് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ റേഡിയോ കൂടെ പ്രൊമോഷൻ തരാം, അല്ലാതെ എനിക്ക് ഇതിൽ താല്പര്യമില്ല, എന്നാലും അതിന് വാ എന്നെല്ലാം പറഞ്ഞു. ഇവരൊരു സമയമായപ്പോൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, കാരണം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കേരളത്തിൽ അന്ന് തുടങ്ങിയ ടൈമിൽ 2019-20 ടൈമിൽ ഭയങ്കര കുറവായിരുന്നു. അന്ന് ഇവരെ തായ്ലൻഡിൽ കൊണ്ടുപോകാൻ ഫ്രീ ട്രിപ്പ് ഒക്കെ ഈ CCOക്കെ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് പാസ്പോർട്ട് കൊടുക്കുന്നു, ഇങ്ങനെയെന്ന് വെച്ചാൽ പക്ഷെ ആ ട്രിപ്പ് നടന്നില്ല. ആ ട്രിപ്പ് എന്തോ കാര്യത്തിൽ പൊളിഞ്ഞുപോയി. പിന്നെ വരുന്നതാണ് ഞാൻ CCOക്ക് കാണുന്നത്, സണ്ണി ലിയോൺ കേരളത്തിൽ വരുന്നുണ്ട്, അവരെ കാണിച്ചു തരാന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. ഞാൻ ആ ഗ്രൂപ്പിൽ ചേരാൻ പോയിട്ടില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആ ഗ്രൂപ്പിനെ കുറ്റം പറയുന്നൊന്നുമല്ല, അവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ടീമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വേറൊരു സമയം മല്ലു ട്രാവലറും സീക്രട്ട് ഏജന്റും കൂടെ ഒരു ടീം തുടങ്ങിയിട്ടുണ്ട്. അതിൽ മൃണാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നെ വിളിച്ചിട്ട് മല്ലുവും സീക്രട്ട് ഏജന്റും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനില്ല. അതെന്താണ്,
സീക്രട്ട് അടാ കുഴപ്പമില്ല, നമ്മുടെ യൂട്യൂബേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞ് എനിക്കിതുവരെ ഒരു പ്രശ്നമില്ല. അതിന്റെ യൂട്യൂബർമാർക്ക് എന്ത് പ്രശ്നം വരാനാണ് എനിക്കറിയില്ല. ചിലപ്പോൾ അവര് പറയുന്നത് ചിലപ്പോൾ ഞാൻ മേടിക്കുന്ന റേറ്റ്, ഇപ്പൊ ഒരു പരസ്യത്തിന് മേടിക്കുന്ന റേറ്റ് ചിലപ്പോൾ എൻ്റെ അതേ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ചിലപ്പോൾ വേറൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഒരേ ഫോളോവേഴ്സ് ഉള്ള, ഇപ്പൊ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഒരേ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഇത്ര എമൗണ്ടേ വാങ്ങിക്കാവൂ, ഇത് ഒരു അജണ്ട ആയിരിക്കാം. ഇനി എവിടെയെങ്കിലും ഒരു പാർട്ടി പരിപാടിക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മാനദണ്ഡങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അജണ്ട കാണുമായിരിക്കാം. ഇതൊക്കെ കുറെ റൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഞാൻ യൂട്യൂബർ ഒന്നുമല്ല വലിയ സംഭവം. എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം, എനിക്കിഷ്ടമുള്ളൊരു കാര്യം പ്രാങ്കിലൂടെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ പ്രാങ്ക് ചെയ്ത് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. പറ്റിച്ച് ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ വിഷമിച്ചിരിക്കുന്ന കുറേ പേര് ആ വീഡിയോ കണ്ട് സന്തോഷിക്കാറുണ്ട്. അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എനിക്കുണ്ട്, ഒരു ഹരം, ഒരു ലഹരി. അതെങ്ങനെയാണെന്ന് അറിയാമോ? കമൻറ്റ് വരും, ഞാൻ ഭയങ്കര ഡിപ്രഷൻ അടിച്ച്, എത്രയോ പേര് എനിക്ക് അയക്കുന്നുണ്ട്, എത്രയോ പേര്. ഈ ഇടയ്ക്കും ഞാൻ പ്രാങ്ക് നിർത്തിയാലോ എന്ന് ആലോചിച്ചു. കാരണം ഒരു 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 സ്റ്റേജ് എത്തി, ഇനി എന്തിനാണ് അപ്പുറം. കാരണം കാർത്തിക് സൂര്യയുടെ കല്യാണം വരെ ഞാൻ ഓക്കെയാണ്. കാരണം കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് എനിക്ക് പണി കൊടുക്കണമെന്നേ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്, അത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ഈ കോക്കറിയൊക്കെ കാണിച്ച് കിടക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു, വയസ്സ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും എന്നെ ഇങ്ങനെ പറയുന്നത് പണി കൊടുക്കണം. കാരണം അങ്ങനത്തെ പണിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് വലിയ പണിയാക്കാതെ ഒരു ചെറിയ രീതിയിലുള്ള രസകരമായിട്ടുള്ള സാധനമാണ് ഞാൻ കൊടുത്തത്. ആ പണി കൊടുത്തപ്പോഴും ചിലർ പറയുന്നത് പണി കുറഞ്ഞു പോയെന്ന്. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം എൻ്റെ പ്രായം, എൻ്റെ ഫാമിലി, ഇതൊക്കെ എനിക്ക് നോക്കണം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ അവിടെ വെച്ച് കല്യാണ പണികൾ നിർത്തി എന്ന് ഞാൻ ശബ്ദം ചെയ്തെടുത്ത ഒരു സാധനമാണ്. കാരണം ഇനി അങ്ങോട്ട് അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഈ പ്രാങ്ക് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ പ്രാങ്ക് നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴാണ് കോഴിക്കോട് പോയപ്പം ഒരാൾ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യം, ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് ഒരു ഗർഭിണി, പ്രഗ്നന്റ് ലേഡി, ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരുന്ന് തല ചുമ്മാ മതിലിൽ പോയി ഇടിക്കുമായിരുന്നു വിഷമം വന്നിട്ട്. ആ കുട്ടി എങ്ങനെയോ എൻ്റെ ഒരു വീഡിയോ, കൊക്ലോച്ചി വീഡിയോ എന്തോ കണ്ടു. അങ്ങ് കുട്ടി കണ്ടതിന് ശേഷം ആ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയ മാറ്റമാണ്, ഒരു കഥയാണ് ഇത്, ഭയങ്കര വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ചിരിച്ചു എന്ന്. അത്രയും കരഞ്ഞുകൊണ്ടിരുന്ന, ഡിപ്രഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ വീഡിയോ കണ്ട് ചിരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് ഉണ്ട്. ഉറപ്പായിട്ടും മനസ്സിലായില്ലേ? ഞാൻ നിർത്തുന്ന എന്തിനാണ്? ഇതേപോലെ എത്ര പേര് മനസ്സിലായില്ലേ? ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ ചിരിപ്പിക്കാനാണ്. എനിക്ക് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു 15 പേരുണ്ടെങ്കിലും അതിൽ 2-3 പേര് ചിരിക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ആവശ്യമില്ലാതെ ചിരിക്കുന്നു. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, നമ്മുടെ മനു അവിടെ ഉറങ്ങിയിരുന്ന് ചിരിക്കുന്നു. മനസ്സിലായില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ. മനുവിന്റെ വൈഫ് അവിടെ നിന്ന് ചാരി പല്ലി ഒട്ടിയിരിക്കുമ്പോൾ എന്തൊക്കെ കേട്ടോണ്ട് മൊബൈൽ നോക്കി ചിരിക്കും. അങ്ങനെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അപ്പോ അതാണ് സംഭവം. ഏത് സന്തോഷം പകരുക മറ്റുള്ള ആൾക്കാർ. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിഷമങ്ങൾ ഷെയർ ചെയ്ത്, ഈ ഇടയ്ക്ക് ഒരു റീസെന്റ് ആയിട്ട് ഫാമിലിയിൽ ഒരു ഇഷ്യൂ, ഫോർച്യൂണർ എടുത്തു, അങ്ങനെ ഇങ്ങനെ പറയുന്ന സാധനം വൻ വിഷയമായിരുന്നു. അതൊന്നും ശരിക്കും ആ ടൈമിൽ ലൈവ് പോവുകയോ അല്ലെങ്കിൽ ആ ടൈമിൽ മൊബൈൽ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്ത് അപ്പം കണ്ടന്റ് ആക്കിയിട്ട് അവർ കണ്ടന്റ് ആക്കിയിട്ടിട്ട് ഉടൻ ഡിലീറ്റ് ചെയ്തു. അത് പക്ഷെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ റിയാക്ട് ചെയ്ത് വൻ സാധനമാക്കി മാറ്റി. ആ കുടുംബം ഇപ്പോഴും സന്തോഷത്തോടെ അല്ല രണ്ടുപേരും. മേ ബി ഇവരിങ്ങനെ ചെയ്യുന്നത് ഒരു ഓഡിയൻസ് സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ അവരെന്തിനും ഏതിനും കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പോകുന്നില്ല. നമ്മൾ കുറേ കാലം മുന്നേ നമ്മൾ കണ്ടതാണ്, ഷബീറൊക്കെ എല്ലാ കാര്യങ്ങളും ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്ന് പല ഇഷ്യൂസ്. അതെ. അപ്പം ഈ ഞാൻ പറഞ്ഞു തന്നത് സീക്രട്ട് ഏജന്റും മല്ലു ട്രാവലറും എന്നെ വിളിച്ചു. അവൻ എവിടെയോ ടർക്കിയിൽ എവിടെ നിന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചത്, എടാ നീ ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ലാന്ന്. വിത്തിൻ 1 വീക്ക് ആ യൂട്യൂബ് എന്തോ ആ കമ്മ്യൂണിറ്റിയുടെ പ്രൊമോഷൻ ആണെന്ന് എനിക്കറിയില്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മല്ലു ട്രാവലറിന്റെ പ്രശ്നമായിട്ട് എന്തോ വൻ സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബുൾജെറ്റിന്റെ സീനോ? അല്ല, അത് അതിന് മുന്നേ ഉള്ള സാധനം. ഇത് ഈ ഒരു സാധനം സംഭവിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. എനിക്ക് മനസ്സിലാവാനില്ല. എന്നെ വിളിക്കുന്ന ആ കമ്മ്യൂണിറ്റി ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം വൻ പ്രശ്നം ആ കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് സംഭവിക്കുന്നു, അതും മെയിൻ തലവനായിട്ട് എന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും ഇടയിൽ ചെന്ന് പെടാതിരിക്കുക.
നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിലെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടോ, നിങ്ങൾ ഫോൺ വഴിക്കോ ഡയറക്റ്റോ ചെന്ന്, അല്ലാതെ ഹേ ഗായ്സ് നോക്കിയേ ഇപ്പം നോക്കിയേ ഞാൻ എവിടെ നിൽക്കുന്നത്, സുബ്രഹ്മണിയുടെ വീട്ടിലാണ്, ഓ പാല് കാച്ചാണ് സുബ്രഹ്മണി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ സാധനം മൊത്തം അവിടെ നിന്ന് വിൽക്കാം, ഒരു പരിധി വരെ വിൽക്കാം. പക്ഷേ ഒരു വീഡിയോയ്ക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമാവരുത് ആരും. വീഡിയോയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാവരുത്. ശരിക്കും പറഞ്ഞാൽ ഷിഫിനെ പൈസയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയക്കാളും. പൈസയും റീച്ച് ഉണ്ടെങ്കിലല്ലേ പൈസ കിട്ടുള്ളൂ. അപ്പം മേ ബി ഈ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കൊച്ചു നാൾ മുതലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി നമ്മളെ ഈ ഒരു സ്റ്റേജിൽ അവരാണ് എല്ലാം നമ്മുടെ ചെലവ്. നമുക്കൊരു ഇൻകം കിട്ടും വരെ നമ്മളെ കാര്യങ്ങൾ അവരാണ് നോക്കുന്നത്. എത്രയോ തവണ സപ്ലി അടിച്ച് വീട്ടില് മറ്റേ ബിടെക്കിന്റെ പൈസ തന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ അതുവരെ അവരാണ് നോക്കിയിട്ടുള്ളത് നമ്മളെല്ലാ കാര്യം. നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ അവരെ നോക്കി തുടങ്ങും. ഇത് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നു, ഫാമിലി നോക്കുന്നു, പിന്നെ അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതെന്താണ് ഈ പ്രശ്നം വരാൻ കാരണം? എന്താണ്? പൈസ. നീ എനിക്ക് തന്നില്ലല്ലോ ഇത്ര എമൗണ്ട്, ഞാൻ ആ വീഡിയോയിൽ ഇല്ലായിരുന്നോ, ആ വീഡിയോയിൽ ഞാൻ ഇല്ലായിരുന്നോ, എന്തുകൊണ്ട് എന്നെ കാണിച്ചില്ല, അല്ലെങ്കിൽ ആ പൈസ നീ എനിക്ക് ഷെയർ ചെയ്തില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമായി മാറുന്നു. പൈസ മാത്രമായിട്ട് ഒരു ഫാമിലിയെ തള്ളിക്കളയേണ്ട ഒരവസ്ഥ വരുന്നു. പൈസക്ക് പൈസ തന്നെ വേണം, പക്ഷേ ഇതിനെന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുടുംബത്തിനെ ശരിക്കും തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈക്വലായിട്ട് അങ്ങനത്തെ ഒരു ഷെയറിങ് ഒരു കരാർ വെച്ചിട്ട് മുന്നോട്ട് പോകണം. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം സംസാരിച്ചു വന്നൊരു സംഗതി ഈ ഗ്യാങ്ങിനെ പറ്റിയിട്ടാണല്ലോ. അതെ, MRC ഗ്യാങ്. ആക്ച്വലി ഈ ഗ്യാങ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്യാങ് അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് സൊസൈറ്റിയോട്, എനിക്കും കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സും ഈ പറഞ്ഞതുപോലെ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്ന, എനിക്ക് എന്നോട് തന്നെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുപോലെ സൊസൈറ്റിയോടും പല കമ്മിറ്റ്മെൻറ്റ്സും വെച്ച് പുലർത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഈ ചെയ്യുന്നത് വഴി സൊസൈറ്റിക്ക് എന്ത് നല്ലതാണ് കിട്ടുന്നത്? മേ ബി നമുക്ക് ഒരു കാര്യം പറയാം, ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റുള്ള ആൾക്കാരെ അറിയിക്കും. അതല്ലാണ്ട് ഇത് കണ്ടിട്ട് ആ ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടിയിട്ട് BEd MEd കഴിഞ്ഞ സാറന്മാർ വരെ പോയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണേ, പിള്ളേരെ പഠിപ്പിച്ച് നല്ല വഴിക്ക് വിടേണ്ട പല ടീച്ചർമാരും സാറന്മാരും ഇവരുടെ ഗ്യാങ്ങിൽ. അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം പൈസ ഇല്ലേ? പൈസ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഷമീറ, ഇനി ഞാൻ ഒരു നല്ല കാര്യം പറയാം, ഇതിൻ്റെ പിറകെ ഒന്നും പോവാതിരിക്കുക. പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഷമീർ ഇന്നലെ വന്നിട്ട് കുറേ സാധനങ്ങൾ അങ്ങ് തെളിവ് നിർത്താൻ നോക്കി, പക്ഷെ ആ തെളിവുകളൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതിൻ്റെ വൻ സീനാണ്. കൊച്ചു പിള്ളേരടക്കം അതിൻ്റെ അകത്ത് ഒരു കൊച്ചു പയ്യനൊക്കെ ഉണ്ട്. ആ പയ്യനൊക്കെ ആണ് സംഭവം ഈ ടീമിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവർ ഇന്നലെ പച്ചയ്ക്ക് വന്ന് പറയുന്നത് ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുകയാണ്. അതെ, കൊച്ചു പിള്ളേരെയൊക്കെ ഇത് വളരെ മോശമായിട്ടും വളരെ തെറ്റായിട്ടുള്ള രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗതികളാണ്. ബിഗ് ബോസിന്റെ ഒരു റിയാക്ഷൻ വീഡിയോയിൽ തൊപ്പി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊപ്പിയെ. ഞാൻ എടുത്ത് സ്റ്റോറി ഇട്ട് തൊപ്പി അപ്പോൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. കാരണം ആ ഒരു സാധനം അഖിൽമാരാണ് ഊക്കിക്കൊണ്ടൊരു സാധനം, ഫോൺ വിളിച്ചിട്ട് എന്തോ ഒരു സാധനം, അത് വൻ സാധനമായിരുന്നു. അതൊക്കെ ശരിയാണ്. ഇത്രയും സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി, ഇത്രയും നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തി വളരെ മോശമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. മോശം വീഡിയോസ് ചെയ്ത നിഹാൽ എന്നാണ് പേര്, നിഹാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി മുടി വെട്ടിയിട്ട് വീണ്ടും അനിയനെ പോലെ റെമോ ആയിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കാട്ടിലും വലിയ സംഗതികൾ. അതെ, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. എത്രയോ നല്ല പേര് നല്ല കണ്ടന്റ് ചെയ്ത് ഇപ്പോഴും ജീവിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിറോസ് എന്തെന്നായാലും ഇൻഫോടെക് അടിപൊളിയാണ്, സൂപ്പറാണ്. അവരൊക്കെ കണ്ടന്റ് ചെയ്യാൻ. പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. നല്ല വശമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പറയുന്ന ഒരു പ്രശ്നം. എനിക്ക് ഒരുപാട് വട്ടം അങ്ങനത്തെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ മാക്സിമം കുറുവി ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ആ ബിസിനസ് ഭയങ്കര കത്തി നിന്ന ബിസിനസ് ഞാൻ കാരണമല്ല പൊളിഞ്ഞു വന്നത്. ഞാൻ ചേർന്നില്ലെങ്കിൽ ഞാനും പൈസയ്ക്ക് വേണ്ടി അടികൂടിയാണ്.
അത് പൈസ എന്ന് പറയുന്ന ഒരു സംസാരം വന്ന ആ ബിസിനസ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോയ ബിസിനസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ് ആയാലും ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയിൽ ഏതെങ്കിലും മെമ്പേഴ്സ്, ഇപ്പം ഞാനും ഷിഫിനും ഒരു ഫാമിലി പോലെയാണ്, ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾ മാക്സിമം നോക്കല്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തോന്നിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരാളിനെ കൂട്ടുപിടിച്ച് നല്ലൊരു ഉപദേശമായിട്ട് മാത്രം എടുക്കുക. കാണും സക്സസ് ആയിട്ട് പോകുന്നവർ എത്രയോ പേരുണ്ടായിരിക്കാം, പക്ഷേ ഒരു വർഷം ഞാൻ പറഞ്ഞു തരണതാണ്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ പൈസയെ ചൊല്ലിയുള്ള പ്രശ്നം, എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സംസാരം. ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ കാണുള്ളൂ, നിങ്ങൾ വേറൊരു ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, പിന്നീട് നിങ്ങൾക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നില്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കും ഉറപ്പായിട്ടും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് നന്നായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നല്ലൊരു സാധനമാണ്. ഞാൻ പറയുന്ന ഫാമിലി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്ന് ഷെയർ ചെയ്യാതിരിക്കുക. ഇതൊരു വൻ നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് വിട്ടുപിടിക്കാം, റിയൽ ലൈഫിലോട്ട് വരാം. റിയൽ ലൈഫിൽ ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് സംസാരിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, റിയൽ ലൈഫിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ എന്നെക്കാട്ടിൽ ഏജുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നീ എന്തോന്ന് എൻ്റെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ. റിയൽ ലൈഫിൽ നമുക്ക് എവിടെയെല്ലാം ബൗണ്ടറികൾ വെക്കണം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ? റിയൽ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരു ബൗണ്ടറിയോ വേണോ? ആവശ്യമുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അങ്ങനെ ഒരു ബൗണ്ടറി വെക്കണമെങ്കിൽ അത് ഗേൾസിന്റെ ഇടയിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ബൗണ്ടറി വെക്കാം. ഗേൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഫ്രണ്ട്സ് കാണുമായിരിക്കും, ഗേൾ ഫ്രണ്ട്സ്. പക്ഷെ നമുക്കൊരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്യാം. എല്ലാം അങ്ങ് എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്ന ഒരു സാധനം, എടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഫ്രണ്ട്സ് കാണുമായിരിക്കാം. പക്ഷെ ഈ ആൺകുട്ടിയായിട്ടുള്ള, അതായത് ഈ അവര് ബോയ്സ് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സാധനം. നമുക്ക് എന്തും ഷെയർ ചെയ്യാം എങ്ങനെ. പക്ഷെ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ കാലത്തെ കാര്യമായിരിക്കും, ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാധനമായിരിക്കും, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒരു ബൗണ്ടറി ലൈൻ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ എല്ലാ കാര്യങ്ങളും ഒരു ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാറുണ്ട് ഒരു ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കും പോലെ? ഇല്ല. അപ്പോൾ ആ ഒരു ബൗണ്ടറിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഒരു ചെറിയ ബൗണ്ടറിയാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇവർ ആളങ്ങ് മാറും, നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും ഇവരുടെ. പഴയതുപോലെ ഒരു 12-1 മണി വരെ നല്ല ഫ്രണ്ട് ആയിരിക്കാം, നല്ല ഗേൾ ഫ്രണ്ട്, അതായത് നിങ്ങൾ പ്രണയിനി എന്നല്ല ഞാൻ പറയുന്നത്, ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ നമ്മുടെ കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഒരു ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഗേൾ ഫ്രണ്ടിനോട് അത്രയും ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവൻ സംസാരിച്ചവർ കാണുമായിരിക്കാം, പക്ഷേ അവരൊരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അതിലൊക്കെ കുറേ പ്രശ്നങ്ങൾ വരാം. ഞാനത് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ ഒന്നാമത്തെ ഇഷ്യൂ അല്ല, ഈ ഗ്യാങ്ങിൻ്റെത് ഇപ്പോൾ ഒന്നാമത്തെ ഇഷ്യൂ അല്ല. കേരളത്തിലുള്ള പല യൂട്യൂബർമാർക്കിടയിലും നമ്മൾ ഈ കണ്ട സംഗതിയാണ്. ഇതുപോലെ കട്ടയ്ക്ക് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നു, ദെൻ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു, ഇവർ പിരിഞ്ഞു പോകുന്നു, പിരിഞ്ഞു പോയതിന് ശേഷം ക്യാമറ എടുക്കുന്നു, എന്തെങ്കിലും പേരിടുന്നു, ആ സെഗ്മെന്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും പേരിടുന്നു, കാര്യങ്ങളൊക്കെ. ഈഗോ ആണ് നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പേഴ്സണലി അറിയാവുന്നവർ ഒരുപാട് പേര് ചെറിയൊരു ഈഗോ വർക്കൗട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. ആ ഈഗോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് സോഷ്യൽ മീഡിയ ആണ്, ഒരു കാലഘട്ടത്തിനപ്പുറം ഇത് നിലനിൽക്കുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഈഗോ, മണി, ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് നശിപ്പിക്കും. നല്ല വശത്തിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഇത് ജീവിതത്തിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് മക്കളെ. അത് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ പറയും, യൂട്യൂബിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അയ്യോ 10 പേര് അറിയാം. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ഒരു സമയമാകുമ്പോൾ 10 പേര് അറിയണം. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് മണി കിട്ടി തുടങ്ങുമ്പോൾ ഒരു മണി ഒരു ഹരമാണ്. പൈസ, ഇനി കൊള്ളാമല്ലോ, ഇത് പൈസ കിട്ടുന്നുണ്ടല്ലോ, കണ്ടന്റ് ഇടാമല്ലോ. അപ്പൊ പൈസക്ക് വേണ്ടിയിട്ട് ഊള കണ്ടന്റുകൾ ഇടാൻ തുടങ്ങും. ചിലപ്പോൾ അത് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ എന്തിട്ടാലും കയറി പോകുന്നവരുണ്ട്, എന്തിട്ടാലും. അപ്പോൾ പൈസ ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഈഗോ ഒന്ന് മാറ്റി വയ്ക്കുക, ഫാമിലി കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക, കാണിക്കാതിരിക്കുക ഫാമിലി കണ്ടന്റുകൾ. നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകും, എന്ത് രസമായിട്ട് പോകുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അവരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ നോക്ക്. സോഷ്യൽ മീഡിയ അല്ല ഡയറക്റ്റ് വന്ന് നമുക്ക് സോൾവിങ്ങും കാര്യങ്ങളും. ഇതൊരു കോർട്ടോ അല്ലെങ്കിൽ കുടുംബ കോടതിയോ അങ്ങനെ ഒരു സാധനമല്ല, വൻ പ്രശ്നത്തിലോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമയങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, കൊളാബ് അടിക്കുന്ന പ്രശ്നമല്ല,
ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, കൊളാബ് പ്രശ്നമൊന്നുമില്ല. അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനും ഷിഫിനും ഇപ്പോൾ കൊളാബ് അടിച്ചിട്ടാണ് സംസാരിച്ചത്. അതെ. അതെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം, നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത്ര തന്നെ. വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇതുപോലെ പബ്ലിക് ഫെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് സൊസൈറ്റിയോടും അതുപോലെ തന്നെ നമ്മളെ കാണുന്ന ആൾക്കാരോടും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ആ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോസ് ഇടുക. ഓക്കെ.